ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇന്ന് സങ്കടഹര ചതുർത്ഥിയാണ്, നാളെ പഞ്ചമിയാണ്. അതായത് ഇന്ന് ബുധനാഴ്ചയോടുകൂടി ചേർന്ന് വന്നിരിക്കുന്ന ചതുർത്ഥി തിഥിയും നാളെ വ്യാഴാഴ്ചയോടു കൂടി ചേർന്ന് വന്നിരിക്കുന്ന പഞ്ചമിയും. കുബേര പഞ്ചമി എന്നാണ് നമ്മൾ വ്യാഴാഴ്ച വരുന്ന പഞ്ചമിയെ വിളിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയും നിങ്ങൾ വീട്ടിൽ തെളിയിക്കേണ്ടുന്ന ദീപവും ചൊല്ലേണ്ടുന്ന മന്ത്രവും, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ബുധനാഴ്ചയും ചതുർത്ഥി തിഥിയും ഒന്നിച്ചു വന്നിരിക്കുന്നു. ബുധനാഴ്ച ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ് ഗണേശ പൂജയ്ക്ക്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം ചതുർത്ഥി തിഥി വരുന്നതിന് വളരെയധികം പ്രാധാന്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. ഞാൻ ഇതിനു മുൻപേ ചതുർത്ഥി തിഥിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചതുർത്ഥിയിൽ ഒരു കിഴി കെട്ടി വെക്കുന്നതിനെക്കുറിച്ച്. അല്ലെങ്കിൽ അത് ബുധനാഴ്ച ദിവസങ്ങളിൽ കിഴി കെട്ടി വെച്ച് 5, 7, 9 ബുധനാഴ്ചകളിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാമെന്ന്. അത് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ആഗ്രഹം സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് 3 പേരുടെ മെസ്സേജ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കിഴി കെട്ടണമെന്നുള്ളവർക്ക് തീർച്ചയായും ഇന്ന് കെട്ടാവുന്നതാണ്. കാരണം ബുധനാഴ്ചയോടുകൂടി ചേർന്ന് വന്നിരിക്കുന്ന ചതുർത്ഥി തിഥിയാണിന്ന്. അത് എങ്ങനെ കെട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്കത് ഭഗവാന് മുൻപിൽ കെട്ടി സമർപ്പിക്കാവുന്നതാണ്. ഇപ്പം രാവിലെ നിങ്ങൾക്ക് സമയം കഴിഞ്ഞു പോയി, ഇനിയുള്ളത് വൈകിട്ടാണ്. 5 ബുധനാഴ്ചകളിൽ അല്ലെങ്കിൽ 7, 9, 11 എത്ര ദിവസം വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് കിഴി കെട്ടുന്നവരാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും കിഴി കെട്ടണം. അങ്ങനെയല്ല, ഈ ഒരു ചതുർത്ഥി തിഥിയിൽ കെട്ടിവെക്കുന്ന കിഴി അടുപ്പിച്ച് 12 ചതുർത്ഥികളിൽ ഭഗവാന് മുൻപിൽ സമർപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാന് മുൻപിൽ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതും ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ തുടർച്ചയായിട്ട് ബുധനാഴ്ചകളിൽ, ഇപ്പോൾ ഇന്ന് ഈ ഒരു ബുധനാഴ്ച നിങ്ങൾ ഭഗവാന് മുൻപിൽ കിഴി കെട്ടി വെച്ചാൽ അടുത്ത ബുധനാഴ്ച ആ കിഴി മാറ്റി പുതിയ കിഴി കെട്ടണം. അപ്പോൾ നിങ്ങൾ തന്നെ ആദ്യത്തെ ബുധനാഴ്ച സങ്കല്പം എടുക്കണം. ഇപ്പോൾ ഇന്ന് ബുധനാഴ്ച നിങ്ങൾ ഭഗവാന് മുൻപിൽ കിഴി കെട്ടുകയാണെങ്കിൽ ആ ഒരു കിഴി നിങ്ങൾ ഉണ്ടാക്കണം. കിഴിയിൽ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആ കിഴി ഉണ്ടാക്കി നമ്മുടെ വലത് കൈയിൽ പിടിച്ചിട്ട് ഭഗവാനോട് എത്ര ബുധനാഴ്ച, 5, 7, 9, 11 ആയിക്കോട്ടെ, 5 ബുധനാഴ്ച ഈ കിഴി കെട്ടിവെച്ച് ഭഗവാനെ ഞാൻ പ്രാർത്ഥിച്ചോളാം, അങ്ങ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ചയാകുമ്പോൾ ആ കിഴി മാറ്റണം. അതിൻ്റെ അടുത്ത ആഴ്ച, അങ്ങനെ 5 ആഴ്ചയും പുതിയ കിഴി ഭഗവാന് മുൻപിൽ സമർപ്പിക്കണം. ഇനി അങ്ങനെയല്ല, ഈ ഒരു സങ്കടഹര ചതുർത്ഥിക്ക് നിങ്ങൾ ഈ ഒരു കിഴി കെട്ടി ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ കിഴി കെട്ടിയ ശേഷം ആ കിഴി കയ്യിലെടുത്ത് ഞാൻ ഈ കിഴി കെട്ടി ഭഗവാന് സമർപ്പിക്കുകയാണ്. തുടർച്ചയായ 12 ചതുർത്ഥികളിൽ ഞാൻ വ്രതം എടുത്തേക്കാം, എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചതുർത്ഥി തിഥിയിൽ കിഴി കെട്ടാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന കിഴി നിങ്ങളുടെ 12 ചതുർത്ഥി വ്രതം എന്ന് തീരുന്നോ അന്ന് വരെ അത് ഭഗവാന്റെ മുൻപിലിരിക്കാനായിട്ട് ശ്രദ്ധിച്ചോണം. അവിടുന്ന് അത് മാറ്റരുത്. കിഴി കെട്ടുന്നതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ ബുധനാഴ്ചകളിൽ തുടർച്ചയായിട്ട് കിഴി കെട്ടുന്നവരാണെങ്കിലും ചതുർത്ഥി തിഥിയിൽ മാത്രം ഒരേ ഒരു തവണ മാത്രം കിഴി കെട്ടി ഭഗവാന് മുൻപിൽ വെക്കുന്നവരാണെങ്കിലും ഒരു റെഡ് കളറിലെ തുണി എടുക്കുക. അത് പോളിസ്റ്ററിനെക്കാട്ടിലും സിൽക്കോ കോട്ടനോ ആണ് നല്ലത്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം, പക്ഷേ റെഡ് കളർ തന്നെ എടുക്കണം. അതിലേക്ക് ആദ്യം തന്നെ ബുധനാഴ്ചകളിൽ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പിടി പച്ചടി ഇടുക. അങ്ങനെയല്ല, ഈ ഒരു ചതുർത്ഥി തിഥിയിൽ കെട്ടിവെച്ചിട്ട് 12 ചതുർത്ഥി തിഥിയിലും ഈ ഒരു കിഴി മാത്രം നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ 3 പിടി പച്ചരി ഇടുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ബുധനാഴ്ചകളിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിലേക്ക് ഒരു ₹1 നാണയവും ഒരു കുഞ്ഞു പീസ് ശർക്കരയും കൂടി വെച്ചിട്ട് കിഴി കെട്ടുക. ഇനി 12 ചതുർത്ഥി തിഥിയിൽ നിങ്ങൾ ഈ ഒരു കിഴി കെട്ടാൻ ആഗ്രഹിക്കുന്നു, അതായത് ഈ ഒറ്റ കിഴിയാണ് 12 ചതുർത്ഥി തിഥിയിലും നിങ്ങൾ ഭഗവാന് മുമ്പിൽ വെക്കുന്നെങ്കിൽ നമ്മൾ ശർക്കര വെക്കേണ്ട. കാരണം തണുപ്പൊക്കെ വരുമ്പോഴത്തേനും ശർക്കര അലിഞ്ഞു പോകും. അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 3 പിടി പച്ചരി, ഒരു ₹1 നാണയം, അതിലേക്ക് ഒരു പാക്കും ഒരു മഞ്ഞളും, ഇതെല്ലാം പുതിയതായിരിക്കണം. ഇത് വെച്ച് കിഴി കെട്ടുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർച്ചയായ ബുധനാഴ്ചകളിൽ ചെയ്യുന്നവർ 1 പിടി പച്ചരി, ഒരു ചെറിയ പീസ് ശർക്കര, ₹1 നാണയം. ഇന്ന് മാത്രം കിഴി കെട്ടി 12 ചതുർത്ഥി തിഥികളിൽ വ്രതം മാത്രം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് 3 പിടി പച്ചരി, ₹1 നാണയം, അതേപോലെ തന്നെ മഞ്ഞളും പാക്കും.
ഇത് കിഴികെട്ടി വെച്ചാൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ബുധനാഴ്ചയാകുമ്പോൾ ആ കിഴിയിൽ നിന്നുള്ള പച്ചരിയും ശർക്കരയും എടുത്ത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ശർക്കരയും പച്ചരിയും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ശർക്കര പായസം ഉണ്ടാക്കാം. ഒരു ചെറിയ ബൗളിൽ കൊള്ളുന്നത് മതിയാവും. അത് ഭഗവാൻ ഉണ്ടാക്കി സമർപ്പിച്ചിട്ട് അടുത്ത കിഴികെട്ടി ഭഗവാന് വെക്കുക. അങ്ങനെ ഓരോ ആഴ്ചയും ആ 1 രൂപ ഓരോ ആഴ്ചയും നിങ്ങൾ ചേർത്ത് വെക്കണം. 5 ബുധനാഴ്ച ആകുമ്പോൾ 5 1 രൂപയാകും. അത് ഒന്നിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അങ്ങനെയല്ലെങ്കിൽ ഓരോ ആഴ്ചയും അത് ഗണപതി ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. ഇനി 12 ചതുർത്ഥി തിഥികളിൽ വ്രതമെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 12ാമത്തെ ചതുർത്ഥി തിഥിയുടെ അന്ന് നിങ്ങൾ ആ ഒരു കിഴി തുറന്ന് അതിൽ നിന്ന് ആ പച്ചരി നോക്കണം, നന്നായിട്ടാണോ പച്ചരി ഇരിക്കുന്നതെന്ന്. കാരണം 12 മാസമൊക്കെ പച്ചരി ഇരിക്കുമ്പോൾ ചിലപ്പം വണ്ട് കുത്താനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്, നമുക്കറിയാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കിളികൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു 1 2 മാത്രം പച്ചരി എടുത്ത് അതൊരു പായസം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുക. മഞ്ഞളും പാക്കും കാൽപ്പെടാത്തിടത്ത് കളയുക. അതിൽ വെച്ചിരിക്കുന്ന നാണയം ഭഗവാന് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. നിങ്ങൾ എന്തൊരാഗ്രഹം ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കിഴികെട്ടി പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഭഗവാൻ സാധിച്ചു തന്നിരിക്കും. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു കിഴി പരിഹാരം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എനിക്കിപ്പോൾ ഇത് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ചെയ്തിത് കാണിക്കാത്തത്. ഇന്ന് നിങ്ങൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഒറ്റവരി മന്ത്രമാണ്. അതായത് അതിനായിട്ട് നിങ്ങൾ കറുക ദീപം ഭഗവാന് മുൻപിൽ കൊളുത്തണം. കറുക ദീപം കൊളുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു ബ്രാസിൻ്റെ ഒരു ചെറിയ പ്ലേറ്റോ എടുത്തിട്ട് അതിൽ കറുക നിരത്തുക. നിങ്ങൾക്ക് 10 രൂപ 20 രൂപ കൊടുത്താൽ നമുക്ക് കറുക കിട്ടുമല്ലോ. അത് മൊത്തത്തോടൊന്നും വേണ്ട. അതിൽ നിന്നും കുറച്ച് കറുക എടുത്തിട്ട് കറുക ജസ്റ്റ് ആ പാത്രത്തിൽ അല്ലെങ്കിൽ ആ വാഴയിലയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിൽ മൺവിളക്ക് വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊഴിച്ച് ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ വേണം ആ ഒരു ദീപം കൊളുത്താൻ. ഇനി ഒരുപാട് കറുകയൊന്നും കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ കറുകയാണെങ്കിലും മതിയാകും. ആ ഒറ്റ കറുക നേരെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് 3 മൺദീപം വെച്ച് ഭഗവാന് മുൻപിലോട്ട് ദീപം കൊളുത്തുക. ഇനി കറുകയെ ഞങ്ങൾക്ക് കിട്ടാനില്ല എന്ന് പറയുന്നവർ ഭഗവാന് മുൻപിൽ സാധാരണ പോലെ ഒരൊറ്റ ദീപം കൊളുത്തിയാൽ മതിയാവും. എന്നിട്ട് നിങ്ങൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഓം വിഘ്നഹർത്തായ നമഃ എന്നുള്ളതാണ്. അതായത് നമ്മുടെ വിഘ്നങ്ങൾ, ചിലർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ തടസ്സങ്ങൾ ഒഴിഞ്ഞിട്ട് നേരം കാണില്ല. പൈസയ്ക്കാണെങ്കിലും അതേപോലെ തന്നെ ബന്ധുബലത്തിനാണെങ്കിലും പുറത്തുള്ള പ്രശസ്തിക്കാണെങ്കിലും ഒക്കെ അവർക്കിതൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് എന്തിനിറങ്ങിയാലും തടസ്സമായിരിക്കും. ഈവൻ രാവിലെ വൈകിട്ട് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്താൽ പോലും ആ ഒരു ഷോപ്പിങ്ങിന് പോലും അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ അവർക്കുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ലൈഫിൽ തടസ്സങ്ങൾ നേരിടുന്നവരാരായിരുന്നാലും ഇന്ന് 21 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കോളൂ. 3 മാസത്തിനുള്ളിൽ 50%, 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിങ്ങൾ നേരിടുന്ന തടസ്സം നിങ്ങളെ വിട്ട് പോയിരിക്കും. പക്ഷേ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാൻ മറക്കരുത്. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തിനിറങ്ങിയാലും നിങ്ങൾ നേരിടുന്ന തടസ്സത്തെ മറികടക്കാൻ അത്രമാത്രം പവറുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു വിഘ്നകർത്ത എന്ന് പറയുന്ന മന്ത്രം. ഞാൻ മന്ത്രം എഴുതി കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഇന്നത്തെ ദിവസം അത് ജപിക്കണം, മറക്കാതെ. അതേപോലെ തന്നെ സങ്കടനാശന ഗണപതി സ്തോത്രം ചൊല്ലണം. ഭഗവാന് 21 5 11 കൊഴുക്കട്ടയും സമർപ്പിക്കാൻ മറക്കരുത്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നിരിക്കും. അതേപോലെ വിനായക ചതുർത്ഥിക്ക് ഭഗവാന് കത്തെഴുതുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതും എഴുതി ആഗ്രഹം സാധിച്ച 2 പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഈ ഒരു ദിവസവും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നാളെ പഞ്ചമിയിൽ നമ്മൾ കൊളുത്തേണ്ടുന്ന ദീപവും ചൊല്ലേണ്ടുന്ന മന്ത്രവും. നാളെ പഞ്ചമി തിഥി ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് 12:45 കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചതുർത്ഥി പൂജയും ഈ പ്രാർത്ഥനയും ഇന്ന് ചെയ്യാൻ സാധിക്കാത്തവർക്ക് നാളെ ബ്രഹ്മമുഹൂർത്തത്തിലും ചെയ്യാം. കാരണം ചതുർത്ഥി തിഥി നാളെ ഉച്ചയ്ക്ക് 12:45 വരെ ഉള്ളതുകൊണ്ട്. അതേപോലെ പഞ്ചമി തിഥി ആരംഭിക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 10 മണിയോട് കൂടിയിട്ടാണ്.
വെള്ളിയാഴ്ചയും പഞ്ചമിയും ഒന്നിച്ചു വരുമ്പോൾ അതിനെ ശ്രീ പഞ്ചമി എന്നാണ് പറയുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നാളെ പഞ്ചമിയിൽ വൈകിട്ട് പൂജ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വെള്ളിയാഴ്ച വരുന്ന ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്തിലും പൂജ ചെയ്യാവുന്നതാണ്. കാരണം കുബേര പഞ്ചമിക്കും ശ്രീ പഞ്ചമിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണയായി സന്ധ്യയ്ക്ക് പഞ്ചമി തിഥി വരുമ്പോഴാണ് പഞ്ചമി ദേവിയായ വാരാഹി അമ്മയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നാളെ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ദേവിയുടെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി ദേവിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരക്കിഴങ്ങ്, പൊട്ടറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട്, നിലക്കടല എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പാനകമുണ്ടാക്കി സമർപ്പിച്ചാൽ മതിയാവും. അതിനുശേഷം ദേവിക്ക് മുൻപിൽ 5 ദീപങ്ങൾ കൊളുത്തുന്നവർക്ക് 5 ദീപങ്ങൾ കൊളുത്താം. തേങ്ങാദീപം കൊളുത്തുന്നവർക്ക് തേങ്ങാദീപം കൊളുത്താം. ഒരേ ഒരു ദീപം കൊളുത്തുന്നവർക്ക് ഒരേ ഒരു ദീപം കൊളുത്താം. ദീപം കൊളുത്തിയതിന് ശേഷം അവിടെ ഇരുന്ന് ദേവിയുടെ ഈ ഒരു നാമം നിങ്ങൾ 108 പ്രാവശ്യം ജപിക്കണം. മന്ത്രം ഇതാണ്: ഓം സർവസമ്പത് പ്രധാത്രിയേ നമഃ. ഓം സർവസമ്പത് പ്രധാത്രിയേ നമഃ. അതായത് നമുക്ക് സർവസമ്പത്തും പ്രദാനം ചെയ്യുന്ന ധാത്രി. ധാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, ഭൂമി, അങ്ങനെയുള്ള പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ഒരു ദേവിയെ നമ്മൾ നമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ 108 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. സാധാരണ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കണം, ഇന്ന ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ളത്. ഇവിടെ നമ്മളൊന്നും അമ്മയോട് ചോദിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രം ചൊല്ലി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നാളെ പഞ്ചമി ആയതുകൊണ്ടും കുബേര പഞ്ചമി അല്ലെങ്കിൽ ശ്രീ പഞ്ചമി 2 രീതിയിലെടുത്താലും നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ചുമന്ന കളർ പുഷ്പം ദേവിക്ക് സമർപ്പിക്കണം. അത് റോസപ്പൂവാവാം, ചെമ്പരത്തിയാവാം, തെച്ചിയാവാം, അരളിയാവാം, എന്തുമായിക്കൊള്ളട്ടെ. എന്തെങ്കിലും ഒരു ചുമന്ന കളർ പുഷ്പം സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ അതിന് വളരെയധികം ബെനിഫിറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ മറക്കാതെ ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലണം. വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തരുന്ന ഒരു മന്ത്രമാണിത്. ഇനി ശ്രീ പഞ്ചമി ദിവസമായ വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക് ചെയ്യേണ്ടുന്ന വളരെയധികം പ്രധാനപ്പെട്ട പവർഫുള്ളായിട്ടുള്ളൊരു പൂജയും കൂടിയിട്ടുണ്ട്. അത് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചതുർത്ഥി തിഥിയായി ഇന്ന് ഗണേശ ഭഗവാന് വിഘ്നങ്ങൾ നീങ്ങാനും ശ്രീപഞ്ചമിയിൽ അല്ലെങ്കിൽ കുബേര പഞ്ചമിയിൽ സർവ്വസമ്പത്തും ലഭിക്കാൻ വേണ്ടിയിട്ടും ദേവിയെ പൂജിക്കാൻ മറക്കരുത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.